എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾക്ക് താഴെയായി കമന്റ് ബോക്സിൽ സാമ്പത്തിക നിക്ഷേപങ്ങളെക്കുറിച്ച് സംശയങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. കൂടുതലും സാധാരണക്കാരായ പ്രവാസികളും വീട്ടമ്മമാരും ജോലിയിൽ നിന്ന് വിരമിച്ചവരുമൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അവരുടെ കയ്യിൽ അധ്വാനിച്ചുണ്ടാക്കിയ അല്പം പണമുണ്ട്. എന്നാൽ അത് എവിടെ സുരക്ഷിതമായി നിക്ഷേപിക്കണം, എവിടെ ഇട്ടാലാണ് കൂടുതൽ ലാഭം കിട്ടുക എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു ധാരണ പലർക്കും ഇല്ല. 2026 സാധാരണക്കാർക്ക് ഒട്ടും പേടികൂടാതെ തിരഞ്ഞെടുക്കാവുന്ന നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ അസൽ തുക ഒട്ടും നഷ്ടപ്പെടാത്ത 5 മികച്ച സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾക്ക് വിശദമായി സംസാരിക്കാം. ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും വളരെ കൃത്യമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സോ എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ മുഴുവനായി കാണുക. അവസാനം ഇതിൽ ഏത് നിക്ഷേപമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയതെന്ന് കമന്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം അഥവാ SCSS. നിലവിൽ ഭാരത സർക്കാർ ഇതിന് നൽകുന്നത് 8.2% എന്ന വളരെ മികച്ച പലിശ നിരക്കാണ്. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കുകളിലോ ഈ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ 5 ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഏകദേശം 10,250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശയായിട്ട് തന്നെ വന്നു ചേരും. അതായത് വർഷത്തിൽ 41,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുമെന്ന് സാരം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് 100% കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള നിക്ഷേപമാണ്. നിങ്ങളുടെ 1 രൂപ പോലും ഇവിടെ നഷ്ടപ്പെടില്ല. അതുമാത്രമല്ല, പലിശ കൃത്യമായി 3 മാസം കൂടുമ്പോൾ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് പ്രായമായവർക്ക് ഇതൊരു പെൻഷൻ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവും ലഭിക്കും. എന്നാൽ ഇതിന് ചില പരിമിതികളുണ്ട്. 60 വയസ്സിന് താഴെയുള്ളവർക്ക് ചില പ്രത്യേക വിരമിക്കൽ കേസുകൾ ഒഴികെ ഇതിൽ ചേരാൻ കഴിയില്ല. കൂടാതെ ഇതിന് 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. അതായത് 5 വർഷത്തേക്ക് പണം നമ്മൾക്ക് മാറ്റാൻ സാധിക്കില്ല. കാലാവധിക്ക് മുൻപ് അടിയന്തരമായി പണം പിൻവലിച്ചാൽ 1% മുതൽ 1.5% വരെ പെനാൽറ്റി നൽകേണ്ടി വരും. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശ നിങ്ങളുടെ വ്യക്തിഗത ടാക്സ് സ്ലാബ് അനുസരിച്ച് നികുതിക്ക് വിധേയമായിരിക്കും. ഇതും നിങ്ങൾ ഓർക്കുക. ഇനി കുറച്ചധികം വർഷത്തേക്ക് യാതൊരുവിധ റിസ്ക്കും എടുക്കാതെ കൃത്യമായ ഇടവേളകളിൽ പണം പിൻവലിക്കാതെ വലിയൊരു തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. നിലവിൽ ഇതിന്റെ പലിശ നിരക്ക് 7.1% ആണ്. കേന്ദ്ര സർക്കാർ ഓരോ ക്വാർട്ടറിലും ഈ പലിശ നിരക്ക് പുതുക്കാറുള്ളതിനാൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. ഇതിന്റെ കാലാവധി 15 വർഷമാണ്. ഈ സ്കീമിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കും അതിന് വർഷം തോറും ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ കിട്ടുന്ന മൊത്തം വലിയ തുകയ്ക്കും 1 രൂപ പോലും നിങ്ങൾ സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കേണ്ടതില്ല. നികുതി കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ 100% ടാക്സ് ഫ്രീ നിക്ഷേപമാണിത്. ഇതിനും സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് ലഭ്യമാണ്. എന്നാൽ ഇതിന്റെ ദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോക്കിൻ പീരീഡ് വളരെ കൂടുതലാണ്. അതായത് 15 വർഷത്തേക്ക് പണം പൂർണ്ണമായി പിൻവലിക്കാൻ സാധിക്കില്ല. എങ്കിലും 6 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ചെറിയ രീതിയിലുള്ള ലോണുകളോ അല്ലെങ്കിൽ ഭാഗികമായി പണം പിൻവലിക്കലോ സാധ്യമാണ്. മറ്റൊരു പ്രധാന പരിമിതി ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 1.5 ലക്ഷം രൂപ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇതിലേക്ക് ഇടാൻ പറ്റില്ല. ഈ വർഷം 1.5 ലക്ഷം ഇതിലിട്ട് ബാക്കി തുക മറ്റ് നിക്ഷേപങ്ങളിലേക്ക് മാറ്റുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി മൂന്നാമതായി നമ്മൾ നോക്കുന്നത് സാധാരണ ബാങ്ക് FD പോലെ തന്നെ വളരെ ലളിതമായി 5 വർഷത്തേക്ക് പണം നിക്ഷേപിക്കാൻ പറ്റിയ പോസ്റ്റ് ഓഫീസ് സ്കീമുകളാണ്. പോസ്റ്റ് ഓഫീസ് ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ്. നിലവിൽ 5 വർഷത്തെ പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡിപ്പോസിറ്റിന് 7.5%, NCSEക്ക് 7.7%മാണ് പലിശ നിരക്ക് ലഭിക്കുന്നത്. ഇതിന്റെ പ്രധാന ഗുണം എന്തെന്നാൽ സാധാരണ ഒരു ബാങ്ക് തകർന്നാൽ നിയമപ്രകാരം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയുള്ളൂ. എന്നാൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം എത്രയായാലും അത് 100% കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ പൂർണ്ണ സുരക്ഷിതമായിരിക്കും. 5 വർഷം കഴിയുമ്പോൾ വലിയൊരു തുക ഒരുമിച്ച് കയ്യിൽ കിട്ടാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഇതിനും 80C പ്രകാരം നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ദോഷങ്ങൾ എന്തെന്നാൽ ബാങ്ക് FD പോലെ ഇതിൽ നിന്നും പലിശ മാസം തോറുമോ 3 മാസം കൂടുമ്പോഴോ അക്കൗണ്ടിലേക്ക് വരില്ല. കാലാവധി തീരുമ്പോഴോ അല്ലെങ്കിൽ വർഷാവസാനത്തിലോ മാത്രമേ പലിശ ക്രെഡിറ്റ് ആവുകയുള്ളൂ. കൂടാതെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അടിയന്തര ആവശ്യങ്ങൾക്കായി പണം പിൻവലിക്കാൻ ശ്രമിച്ചാൽ പലിശ നിരക്ക് പകുതിയായി കുറഞ്ഞു പോകും. ഈ ഒരു വലിയ ദോഷവും ഇതിനുണ്ട്. ഇനി നാലാമത്തെ മാർഗം നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചയമുള്ളതും സാധാരണക്കാർക്ക് എളുപ്പം മനസ്സിലാകുന്നതുമായ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് അഥവാ FD തന്നെയാണ്.
2026 കണക്കനുസരിച്ച് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളിൽ സാധാരണക്കാർക്ക് 7% വരെയും മുതിർന്ന പൗരന്മാർക്ക് 7.5% മുതൽ 8.25% വരെയും പലിശ നിരക്കുകൾ ലഭിക്കുന്നുണ്ട്. ചില ചെറിയ സ്വകാര്യ ബാങ്കുകളിലും സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും ഇതിലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബാങ്ക് FDയുടെ ഏറ്റവും വലിയ ഗുണം എന്നത് അതിന്റെ ലളിതവും സുതാര്യതയുമാണ്. നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് വഴി വെറും 2 മിനിറ്റിനുള്ളിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് FD തുടങ്ങാൻ സാധിക്കും. ഇതിൽ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലാണ്. 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള കാലാവധി നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. പെട്ടെന്ന് ഒരു ദിവസം പണത്തിന്റെ ആവശ്യം വന്നാൽ ഈ FD ഈടുവച്ച് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ എടുക്കാനും സാധിക്കും. RBIയുടെ കീഴിലുള്ള DICGC നിയമപ്രകാരം ഒരു ബാങ്ക് പൊളിഞ്ഞു പോയാൽ പോലും നിങ്ങളുടെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം മുതലും പലിശയും ഉൾപ്പെടെ ഇൻഷുറൻസ് വഴി പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതിനാൽ 5 ലക്ഷം രൂപ ബാങ്കിലിടുന്നത് തികച്ചും സുരക്ഷിതമാണ്. ഇതിന്റെ ദോഷങ്ങൾ എന്തെന്നാൽ വലിയ പൊതുമേഖലാ ബാങ്കുകളിൽ പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസിനേക്കാൾ കുറവായിരിക്കും. കൂടാതെ 1 വർഷം കിട്ടുന്ന പലിശ സാധാരണക്കാർക്ക് 40,000 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50,000 രൂപയും കടന്നാൽ ബാങ്ക് 10% TDS പിടിക്കും. ടാക്സ് പരിധിയിൽ വരാത്തവർക്ക് 15G അല്ലെങ്കിൽ 15H ഫോം കൊടുത്ത് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി 5ാമത്തെ കാര്യം, ബാങ്ക് FDയേക്കാൾ അല്പം കൂടി കൂടുതൽ ലാഭം വേണം, എന്നാൽ ഷെയർ മാർക്കറ്റ് പോലെ വലിയ നഷ്ടസാധ്യതയോ റിസ്കോ എടുക്കാൻ താല്പര്യവുമില്ല എന്നുള്ളവർക്ക് പറ്റിയതാണ് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ. ഇങ്ങനെയുള്ള ഫണ്ടുകൾ നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമായ സർക്കാർ ബോണ്ടുകളിലും വൻകിട കമ്പനികളുടെ കോർപ്പറേറ്റ് സെക്യൂരിറ്റികളിലുമാണ്. ഇതിൽ നിന്നും സാധാരണയായി പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺ 6.5% മുതൽ 8% വരെയാണ്. എന്നാൽ ഇതിൽ സ്ഥിരമായ പലിശ നിരക്ക് ഉറപ്പു നൽകുന്നില്ല എന്ന കാര്യവും ഓർക്കുക. ബാങ്ക് FDയേക്കാൾ ചില സമയങ്ങളിൽ മികച്ച ലാഭം തരാൻ ഇതിന് സാധിക്കാറുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം. ഇതിന് യാതൊരുവിധ ലോക്ക് ഇൻ പീരീഡുമില്ല. പണം എപ്പോൾ വേണമെങ്കിലും വിത്ഡ്രോ ചെയ്യാം. 2 ദിവസത്തിനകം പണം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ഇതിന്റെ ദോഷങ്ങൾ എന്തെന്നാൽ പുതിയ ടാക്സ് നിയമം അനുസരിച്ച് മുൻപ് ഡെറ്റ് ഫണ്ടുകൾക്കുണ്ടായിരുന്ന ഇൻഡെക്സേഷൻ ടാക്സ് ആനുകൂല്യങ്ങൾ ഇപ്പോൾ സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ലാഭത്തിന് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ബാങ്ക് FD പോലെ തന്നെ നികുതി കൊടുക്കേണ്ടി വരും. ഇതിന് സർക്കാർ ഗ്യാരണ്ടിയൊന്നുമില്ല. വളരെ കുറഞ്ഞ അളവിലാണെങ്കിലും ചെറിയ രീതിയിലുള്ള മാർക്കറ്റ് റിസ്ക് ഇതിനുമുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രായമായവർക്ക് SCSഉം ടാക്സ് ഇല്ലാതെ ദീർഘകാലത്തേക്ക് PPFഉം 5 വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ബാങ്ക് FDയും ലോക്കിൻ ഇല്ലാതെ FDയേക്കാൾ അല്പം കൂടുതൽ ലാഭം നോക്കുന്നവർക്ക് ഡെറ്റ് ഫണ്ടുമാണ് നല്ലത്. ഞാൻ വേണമെങ്കിൽ ഒരു ബോണസ് ടിപ്പ് കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ആ 5 ലക്ഷം രൂപ മുഴുവനായി ഒരൊറ്റ സ്ഥലത്ത് നിക്ഷേപിക്കാതെ 2 ലക്ഷം രൂപ FDയിലും 1.5 ലക്ഷം രൂപ PPFലോ NSCയിലോ ഇട്ട് ബാക്കി തുക പെട്ടെന്ന് ഒരാവശ്യത്തിന് എടുക്കാൻ പാകത്തിന് മാറ്റിവെക്കുന്നതാണ് ബുദ്ധി. ഇനി നിങ്ങൾക്ക് ഓഹരി വിപണിയിൽ നിന്നും ലാഭം കൊയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സെബി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമും പരീക്ഷിച്ചു നോക്കാം. പക്ഷേ മാർക്കറ്റ് റിസ്ക് കൂടി മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ പണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. സാമ്പത്തിക വിവരങ്ങൾ ലളിതമായി അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Please subscribe our channel.